മനുഷ്യന് മരണാനന്തര ജീവിതമുണ്ടോ? കുറച്ചുകൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ, നിങ്ങൾക്കും എനിക്കും മരണാനന്തര ജീവിതത്തെ പറ്റി പ്രത്യാശ വയ്ക്കുവാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. എന്നാൽ അതിലും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയുടെ ഉള്ളടക്കം ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടും ശ്രദ്ധയോടും കേൾക്കാൻ താല്പര്യമില്ലാത്ത ആരും തന്നെ ഒരു നിമിഷം പോലും ഈ വീഡിയോ കാണുവാൻ തുനിയരുത്. കാരണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇത് ക്ഷമയില്ലാത്തവർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അല്ല. അതുകൊണ്ട് രണ്ട് കൈയും കൂപ്പി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഇത് മുഴുവനും കാണുവാൻ താല്പര്യമില്ലാത്ത ആരും തന്നെ ഒരു നിമിഷം പോലും ഈ വീഡിയോ കാണുവാൻ ദുരുപയോഗം ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത് എന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകത, എല്ലാവർക്കും നിത്യജീവൻ വേണം, പക്ഷെ ആർക്കും അത് സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ കയ്യിലില്ല എന്നത് തന്നെയാണ്. ഈ വിരോധാഭാസമാണ് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കപടഭക്തിയുടെയും വിരോധാഭാസങ്ങളുടെയും ഉറവിടം എന്ന് വളരെ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഈ തരുണത്തിൽ സാവകാശമുള്ളൂ. നമുക്ക് അതിൻ്റെ അന്വേഷണം തുടരാം. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള സങ്കല്പങ്ങൾ. ഒന്ന്, മനുഷ്യൻ മൃഗത്തെ പോലെയാണ്. അവൻ ഒരു കാലത്തിൻ്റെയും ഒരിടത്തിൻ്റെയും പരിമിതിയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന നൈമിഷികമായ ഒരു പ്രതിഭാസമാണ്. അവൻ മരിക്കുന്നതോടുകൂടെ എല്ലാം അവസാനിക്കുന്നു. മരണത്തിന് അതീതമായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ശൂന്യതയാണ് എന്ന ഒരു സങ്കല്പം. ആ സങ്കല്പം ഇപ്പോൾ പൂർവാധികമായി ശക്തി ആർജിച്ചു വരുന്ന ഒരു സാഹചര്യത്തെ ബോധ്യപ്പെട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ജീവിതം അർത്ഥവത്താണ്, വളരെ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം ഈ ലോകത്തിലെ അനുഭവങ്ങളുടെ പരിധിയിൽ മാത്രം നിൽക്കുന്നതല്ല. മരണത്തിനപ്പുറത്ത് ഒരു സാധ്യത നിശ്ചയമായും ഉണ്ടായിരിക്കും. അത് പ്രാപിക്കുക എന്നത് സർവലൗകികമായി എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ്. അതവരുടെ സ്വപ്നമാണ്, അവരുടെ ദാഹമാണ്. അത് പ്രാപിപ്പാനായി എന്താണ് മാർഗം എന്ന ഒരു അന്വേഷണം. ആദ്യത്തെ സങ്കല്പത്തിൽ അന്വേഷണമില്ല. രണ്ടാമത്തെ സങ്കല്പത്തിൻ്റെ പ്രത്യേകത, അതിലെപ്പോഴും അന്വേഷണത്തിൻ്റെ ഊർജവും വെളിച്ചവും നിറഞ്ഞു നിൽക്കും എന്നത് തന്നെയാണ്. ഈ രണ്ട് സങ്കല്പങ്ങൾ നമുക്ക് ആദ്യമേ വ്യക്തമായി ചിന്തിക്കേണ്ടതിന് മനസ്സിൽ ഒന്ന് കുറിച്ചു വെക്കാം. ഇതിൽ ഏത് സങ്കല്പം അനുസരിച്ചാണ് നാം ജീവിക്കുന്നത് എന്നതിനെപ്പറ്റി പോലും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ മനസ്സിലും, അല്ല മതബോധമുള്ള അല്ലെങ്കിൽ ഭക്തി ഏറിയ ആളുകളുടെ മനസ്സിൽ പോലും വ്യക്തതയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ക്രിസ്തുമതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും മറ്റേത് മതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി കുറെ കൂടെ വ്യക്തത പ്രാപിക്കുക സാധ്യമാണെങ്കിൽ എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. ആ ഒരു ലക്ഷ്യം കൂടെ കണക്കാക്കിയാണ് ഞാൻ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ മരണാനന്തരം ശൂന്യതയാണ് അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറും അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണ് എന്ന് മാത്രമേ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് തോന്നുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ പ്രത്യേകിച്ച് കാണണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ യൂട്യൂബ് കൂട്ടായ്മയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ. ഇനിയും രണ്ടാമത്തെ സങ്കല്പത്തെ കേന്ദ്രീകരിച്ചാണ് നാം ഇനിയും അങ്ങോട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യമേ നാം പ്രാപിക്കേണ്ടത് സ്പഷ്ടത.
ഈ ലോകത്തിലെ നമ്മുടെ അനുഭവവും പരലോകത്തിലെ, വരുവാനുള്ള ലോകത്തിലെ അല്ലെങ്കിൽ മരണാനന്തര ലോകത്തിലെ നമ്മുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും തുടർച്ചയുണ്ടോ? Is there any continuity between our life on earth and life beyond death? ഇത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. കാരണം ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എങ്കിൽ നാം ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും സാരമില്ല. എന്തെങ്കിലും ഒരു മതപരമായ ഫോർമുല അള്ളിപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നമുക്ക് എങ്ങനെയോ ചവിട്ടിക്കയറാം എന്നൊരു പ്രതീതി ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണ വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് ഒരു 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 തിട്ടമുണ്ടാകണം, ഒരു സ്പഷ്ടത ഉണ്ടാകണമെന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിക്കും. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പരിഗണിക്കാം. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അവരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടുകൂടെ, അത് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നിത്യരാജ്യത്ത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നതാണ്. അപ്പോൾ ശരീരം എന്നത് ഇഹലോക ആശയം തന്നെയാണ്. മനുഷ്യന്റെ ശരീരം ഉണ്ടാകുന്നത് ഇഹലോക സാധ്യതകളിൽ കൂടെയാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് അതിന് രൂപം കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ശ്വാസം ഊതിയപ്പോൾ അവനൊരു ജീവിക്കുന്ന ദേഹിയായി തീർന്നു. അപ്പോൾ മരണാനന്തര ശരീരം ഉയർത്തെഴുന്നേൽക്കും. റെസറക്ഷൻ ഓഫ് ദ ഐ ബിലീവ് ഇൻ ദ റെസറക്ഷൻ ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണമായി ഏറ്റുപറയുന്ന ക്രിസ്ത്യാനി വിശ്വാസി അവൻ അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്ന നിലപാട് അവൻ്റെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും തമ്മിൽ ഒരു തുടർച്ചയുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇനി മറ്റൊരു ഭാഗം കൂടെ ചിന്തിക്കുമ്പോൾ അത് സ്പഷ്ടമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നാം സ്വർഗത്തെ പറ്റി വിഭാവന ചെയ്യുമ്പോൾ അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അതിനെ വിഭാവന ചെയ്യുന്നത് മുഴുവനും ഇഹലോക ചിന്താഗതിക്കും രുചികൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ്. ഉദാഹരണമായിട്ട് സ്വർഗത്തിൻ്റെ നിരത്തുകൾ സ്വർണം കൊണ്ട് പാകിയിരിക്കുന്നു എന്ന ഒരു സങ്കല്പം. ദ സ്ട്രീറ്റ്സ് ഓഫ് ഹെവൻ ആർ പേവ്ഡ് വിത്ത് ഗോൾഡ്. അത് 100% ലൗകികമായ ഒരു സങ്കല്പമാണ്. കാരണം ഈ ലോകത്തിൽ സ്വർണം അത്ര വിരളമാണ്, വിലയേറിയതാണ്. അപ്പോൾ സ്വർഗം വിലയേറിയ ഒരു അനുഭവമാണ് എന്ന് മനുഷ്യന് സങ്കല്പിക്കുവാനും പ്രതിപാദിക്കുവാനും ഇടയാകണമെങ്കിൽ സ്വർഗത്തിൻ്റെ നിരത്തുകൾ ചരലുകൊണ്ടുള്ളതല്ല, മണ്ണുകൊണ്ടുള്ളതല്ല, താറിട്ടതല്ല, പിന്നെയോ അത് സ്വർണം പാകിയതാണ് എന്ന് പറയുമ്പോൾ അത് ഈ ലോകവും പരലോകവും തമ്മിലുള്ള പാലത്തെയാണ് ഈ സ്വർണം കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നത് എന്നെന്തുകൊണ്ടോ നമ്മുടെ തലച്ചോറിൽ പതിയുന്നില്ല. അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ വലിയ വലിയ മണിമാളികകൾ കിട്ടും. അത് ഈ ലോകത്തിൽ വലിയ കെട്ടിടമൊന്നും പണിയാൻ കഴിയാത്ത ആളുകൾ എപ്പോഴും സ്വപ്നം കാണുന്നത് അപ്പുറത്തുള്ള കുബേരനെ പോലുള്ളൊരു മണിമാളികയിൽ താമസിച്ച് കണ്ണടഞ്ഞാൽ കൊള്ളായിരുന്നു, എന്നാൽ അതിന് യാതൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് ആരുടെയും മുമ്പിൽ പറയാതെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ ഉള്ളിൽ അടക്കിക്കൊണ്ട് ആ ഭാരം പേറിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ മരിച്ച ശേഷം അവിടെ ചെന്നാൽ അവിടെ ഈ കുബേരനായ ഹെറിയാച്ചന് ഒരു കൊട്ടിലും ദരിദ്രനായി ജീവിക്കുന്ന ഈ വത്സനെ പോലെയുള്ള ആൾക്ക് വലിയ മണിമാളികയും കിട്ടും എന്ന പ്രതീക്ഷ. അപ്പോൾ ഇത് ഈ ലോകത്തിലെ അനുഭവവും പരലോകത്തിൽ വരുവാനിരിക്കുന്ന അനുഭവം തമ്മിൽ വളരെ വളരെ അടുത്ത അനിവാര്യമായ ഒരു ബന്ധമുണ്ട്, ഒരു തുടർച്ചയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തെ വിഭാവന ചെയ്യുവാൻ പോലും സാധ്യമല്ല എന്നത് തികച്ചും സ്പഷ്ടമാണ്. ഇത് കിൻഡർഗാർട്ടനിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ ആ ഒരു തത്വം നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കുക. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന
ഏറ്റവും അപകടം വരുത്തുന്ന ഒരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന അപര്യാപ്തതകൾ, പരാധീനതകൾ, നഷ്ടബോധങ്ങൾ, അല്ലെങ്കിൽ അരിഷ്ടതകൾ, പോരായ്മകൾ, ഇല്ലായ്മകൾ, ഇവയ്ക്കെല്ലാം ഒരു കോമ്പൻസേഷൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുമെന്നാണ്. അത് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അവിടെ വിജയശ്രീലാളിതരായി വാഴും. നിങ്ങൾക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല, നിങ്ങൾ അവിടെ രാജാക്കന്മാരെ പോലെ ജാതികളെ നിങ്ങൾ കുറ്റം വിധിക്കും, ന്യായം വിധിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സുഖമാണ്. സ്വർഗത്തിലിരുന്ന് ജാതികളെ ന്യായം വിധിച്ചാൽ ആർക്ക് എന്ത് ഗുണമാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ നമ്മുടെ അവസ്ഥ എന്തായാലും സാരമില്ല, അതിന് എല്ലാം ആ കുറവുകളെല്ലാം നികത്തുവാൻ ഒരു സ്വർഗമുണ്ട് എന്ന സങ്കല്പം വളരെ അപകടം നിറഞ്ഞതാണ്. ഇത് 100% അസത്യമാണ്, ഇത് പച്ച നുണയാണ്. മനുഷ്യന് അപകടം വരുത്താവുന്ന വലിയ നുണകളിൽ ഏറ്റവും വലിയ നുണയാണ് ഈ നുണ, ഈ പ്രത്യാശയുടെ നുണ. യേശുവിൻ്റെ സങ്കല്പം അതായിരുന്നില്ല. ഇനിയും ഇത് സംബന്ധിച്ച് യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് വന്നുവെന്നല്ല യേശു പറഞ്ഞത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ വന്നത്. ഇത് വളരെ ഒരുപക്ഷെ യേശുവിൻ്റെ പ്രസ്താവനകളിൽ വളരെ ശ്രദ്ധേയമായ, ഏറ്റവും അധികം ശ്രദ്ധേയമായ പ്രസ്താവനയാണിത്. കാരണം യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സാരാംശം എന്താണ്, അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്താണെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്ന ഈ ഭാഗത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്കൊരു കടമയുണ്ട്. അപ്പോൾ എന്താണ് ഈ സമൃദ്ധമായ ജീവൻ? ഇവിടെയും മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ചിന്താഗതി ലൗകികമായതുകൊണ്ട് മാത്രമാണ്. ഈ സമൃദ്ധി എന്ന വാക്ക് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളൊരു പദപ്രയോഗമാണ്. ഇംഗ്ലീഷിൽ അതിന് ഫുൾനെസ് ഓഫ് ലൈഫ് എന്നാണ്, പൂർണ്ണത എന്ന ആശയമാണ്. സമൃദ്ധി എന്ന ആശയമല്ല, പൂർണ്ണത സമൃദ്ധിയെ ജനിപ്പിക്കും. പക്ഷെ സമൃദ്ധിയെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു തെറ്റായ വിധത്തിലായതുകൊണ്ട് ആ പദപ്രയോഗം നമ്മുടെ ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ സാധ്യതയുണ്ടെന്ന് ദയവായി മനസ്സിലാക്കി. ആത്മീയതയുടെ അടിസ്ഥാന മർമ്മം തന്നെ ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ അരിഷ്ടതകളുടെയും കഷ്ടപ്പാടിൻ്റെയും അടിമത്വത്തിൻ്റെയും പരാധീനതയുടെയും ഒരേ ഒരു കാരണം, അവൻ പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശമായതിനെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നു. അതവൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ കാരാഗ്രഹമാണ്. മനുഷ്യരെല്ലാവരും കാരാഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. അതാണ് പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശത്തിൽ മാത്രം പരിമിതപ്പെട്ട് ജീവിക്കുന്നവർ. അവർ കാരാഗ്രഹത്തിലാണ്, അവർ തടവുപുള്ളികളാണ്. ദേ ആർ ഇൻ ആൻ എക്സിസ്റ്റൻഷ്യൽ പ്രിസൺ. പൊളിറ്റിക്കൽ പ്രിസൺ അല്ല, എക്സിസ്റ്റൻഷ്യൽ പ്രിസൺ. അതിൻ്റെ മറ്റൊരു ആവിഷ്കാരമാണ് ഇതാണ് മരണം എന്നുള്ളത്. മരണം എന്താണ്? അത് മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം പരിമിതപ്പെടുത്തുന്നു, അത് ശരീരം മാത്രമാക്കി മാറ്റുന്നു. അതാണ് മരണം. പെട്ടെന്ന് ബലൂൺ പൊട്ടുന്നത് പോലെ മനുഷ്യൻ പൊട്ടിപ്പോകുന്നില്ല. അവൻ ചുരുങ്ങി അവൻ്റെ ശരീരം മാത്രമാകുമ്പോൾ അത് മരണമാണ്. ആ മരണം 16-ാം വയസ്സിലും സംഭവിക്കാം, 60-ാം വയസ്സിലും സംഭവിക്കാം, 100-ാം വയസ്സിലും സംഭവിക്കാം. ആ മരണം നമ്മെ തൊടാതെ നിത്യതയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ ശരീരം മാത്രമായി ഒതുക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് മരണം എന്ന് ദയവായി മനസ്സിലാക്കുക. എന്തുകൊണ്ട് അങ്ങനെ ഒതുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നിൻ്റെയും പൂർണ്ണത തിരിച്ചറിയുവാനോ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ വെളിച്ചവും അനുസരിച്ച് ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ താല്പര്യമില്ലാത്ത ആളുകൾ അവരുടെ കൃത്രിമമായ ആശ്വാസം കണ്ടെത്തുന്നത്, ആർട്ടിഫിഷ്യൽ കോൺസലേഷൻ ഓർ കംഫർട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ചില അംശങ്ങളെ മാത്രം ആശ്രയിച്ചാണ്. അപ്പോൾ മനുഷ്യർ പൊതുവായി നാം നോക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്തുകൊണ്ടാണ്? എത്ര ആത്മാർത്ഥ സുഹൃത്ത് ബന്ധമാണെങ്കിലും, എത്ര ആഴമേറിയ ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും, അതിൻ്റെ ഉള്ളിലെല്ലാം ഒരു അസുരക്ഷിതാവസ്ഥയുടെ,
ഒരു ഇൻസ്റ്റെബിലിറ്റിയുടെ ഒരു കണിക എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ തോത് കൂടിയും കുറഞ്ഞും ഇരിക്കും വ്യക്തികളുടെ വ്യത്യാസം അനുസരിച്ച്. ലോകത്തിൽ ഒരു വ്യക്തി പോലും, ഭൗതികമായ മർമ്മങ്ങളെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ഒരു ബന്ധത്തിലേർപ്പെട്ട് അതിൽ പൂർണ്ണമായ സുരക്ഷിത അനുഭവിക്കത്തില്ല എന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരല്ല, ദാർശനികർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത അറിയണമെങ്കിൽ ഓൾബേ കമ്യൂ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ദ റെബൽ എന്ന പുസ്തകം ഒന്ന് വായിച്ചാൽ അതൊരു ചാപ്റ്റർ ഉണ്ട്. അങ്ങനെ അനേക പുസ്തകങ്ങളുണ്ട്. ഞാൻ ഏറ്റവും എളുപ്പം വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓൾബേ, ALBERT, ഓൾബേ കമ്യൂ, CAMUS, ദ റെബൽ. ഞാൻ പറയുന്നത്, എവറി മാൻ ലിവ്സ് ടോർമെന്റഡ് അബൌട്ട് ഹിസ് വുമൻ ബിക്കോസ് ഹി നോസ് ദാറ്റ് ഹി ക്യാൻ നെവർ കംപ്ലീറ്റ്ലി ഓൺ ഹർ. ഒരു പുരുഷൻ എന്താണ് താല്പര്യപ്പെടുന്നത്, സ്ത്രീയും അങ്ങനെ തന്നെയാണ്. താൻ ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയെ പൂർണ്ണമായി എൻ്റേതാണ് എന്ന ഒരു സുരക്ഷിതത്വം കാംക്ഷിക്കുന്നു. അത് ഈ ലോകത്തിൽ ആർക്കും പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു ഉപദേശിയോ മെത്രാനോ കത്തനാരോ അല്ല, നിരീശ്വരവാദിയായ ഒരു ഫിലോസഫറാണ്. അതുകൊണ്ടെങ്കിലും നാം ആ പ്രസ്താവനയെ കുറച്ചുകൂടെ കാര്യമായി എടുക്കണമെന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഇത് ഇഹലോക ജീവിതത്തിൻ്റെ ഒരു തീരാ ദുഃഖമാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പകർച്ചവ്യാധി. The greatest pandemic in the world is this disease of insecurity that is bred by our living confined to a small part of everything. ഇപ്പോൾ ജോലി കിട്ടിയാൽ അതിൻ്റെ പൂർണ്ണ സാധ്യത നാം ഒരിക്കലും അന്വേഷിക്കുകയില്ല. ബഹുഭൂരിപക്ഷം ആളുകളും ജോലി കിട്ടി എന്നതിനേക്കാൾ ശമ്പളം കിട്ടി, മാസാമാസം ശമ്പളം എൻ്റെ കയ്യിൽ വരും എന്നതിനെപ്പറ്റി ഒരു ഉറപ്പ് കിട്ടി എന്നാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് അവരെ കാണുന്നത്. അത് നാം ഭാരതത്തിൽ ജീവിക്കുന്നു, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്. ഭാരതത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണതയെ അന്വേഷിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട് എന്ന് ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് എന്ത് ആനുകൂല്യം കിട്ടും, ഭരണഘടന നമുക്ക് എന്ത് ആനുകൂല്യമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്, അതിന് ഭംഗം വരാതെ ഞങ്ങൾ കാത്തു നിൽക്കും, ബാക്കിയൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് നമുക്ക് വേണ്ട വിധത്തിൽ ബന്ധം പുലർത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതിൽ വലിയ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അതിൻ്റെ പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ്. അപ്പോൾ നാം പൊതുവായി മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം, അവൻ എല്ലാറ്റിനെയും ഭാഗികമായി മാത്രം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നത് 13-ാം വാക്യം, 12-13 വാക്യങ്ങളാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നാം ഭാഗികമായി മാത്രം അറിയുന്നു. നാം ഭാഗികമായി മാത്രമാണ് അറിയുന്നത് എങ്കിൽ ഭാഗികമായി മാത്രമേ ബന്ധം പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഭാഗികമായി നാം അറിയുന്നു എന്ന് പറയുമ്പോൾ നാം നമ്മെ പോലും ഭാഗികമായി അറിയുന്നു. അതുകൊണ്ടാണ് ദാർശനികതയുടെ ചരിത്രമെടുത്താൽ, ഫിലോസഫിയുടെ ചരിത്രമെടുത്താൽ, ഇതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ മനുഷ്യർക്ക് നൽകുന്ന നിയോഗം എന്താണ്? നിങ്ങളെ തന്നെ അറിയുവീൻ, നോ ദൈ സെൽഫ്. ഗ്രീക്ക് ദൈവമായ അപ്പോളോ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? നോ ദൈ സെൽഫ്, KNOW, നോ ദൈ സെൽഫ്. നീ നിന്നെ തന്നെ അറിയുക. ആർക്കാണ് അറിയാൻ കഴിയുന്നത്? അതേ പ്രശ്നം യേശു ക്രൂശിൽ നിന്ന് ഉയർത്തുന്നു. ക്രൂശിൽ നിന്നുള്ള ആദ്യത്തെ മൊഴി എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അറിയില്ല, ഒന്നും നാം ചെയ്യുന്നത് എന്താണെന്ന് നാം അറിയുന്നില്ല, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നാം അറിയുന്നില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പൈതൃകമായ ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും നമുക്കൊരു ബോധവുമില്ല. ഇത് ഒരു അവസ്ഥയാണ്. ഇനിയും എന്തുകൊണ്ടാണ് നാം ഈ അവസ്ഥയിലായി പോകുന്നത്? അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് നാം ഈ അവസ്ഥയിലായിരിക്കുന്നത്? ഇവിടെ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ യേശുവിൽ നിന്ന് അല്പം സഹായം കടമെടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകും.
ഞാനും എൻ്റെ പിതാവും ഒന്നാകും. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ യാഥാർത്ഥ്യം, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, അത് ദൈവമാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ആ ദൈവവുമായി ഒന്നായി ചേരുമ്പോൾ ഞാൻ യഥാർത്ഥ ജീവിതത്തിലേക്ക്, ട്രൂ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, ട്രൂ ലൈഫ്, യഥാർത്ഥ ജീവിതത്തിലേക്ക്, സത്യമായ ജീവിതം, യഥാർത്ഥമായ ജീവിതം, അതിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് ഇടയാകുന്നു. അതുകൊണ്ടാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നത്, നാം ഇരിക്കുകയും ചലിക്കുകയും വസിക്കുകയും ഇരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ദൈവം, God in whom we live and move and have our being. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ആകമാനം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം പോലെയുള്ള ഒരു അസ്തിത്വമാണ് ദൈവം. that which fills the cosmos and beyond എന്നാണ് സ്പാനിഷ് ഫിലോസഫറായ മിഗ്യുവൽ ദെ യുനമുനോ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധ കൃതിയായ ദ ട്രാജിക് സെൻസ് ഓഫ് ലൈഫിൽ പറയുന്നത്. ദാറ്റ് വിച്ച് ഫിൽസ് ദ യൂണിവേഴ്സ് ആൻഡ് ബിയോണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിനോട് ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ പൂർണ്ണത എന്ന ആശയത്തോട് അടുത്തു വരുവാനോ അതിനെ ഏതെങ്കിലും വിധത്തിൽ അവിടെ അനുഭവത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനോ സാധിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ആ അവസ്ഥയിൽ മാത്രമേ പൂർണ്ണത പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം പൂർണ്ണത വിട്ട് അംശത്തിലേക്ക് നമ്മുടെ ആശ്രയം മാറ്റി സ്ഥാപിക്കുന്നു. ഇതാണ് വേദപുസ്തകത്തിൻ്റെ കാതലായ ഭാഗം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പിന്നെ കാണുന്നത് എന്തും അതിൽ ആശ്രയിക്കാൻ, ഒന്നും ദൈവത്തിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ മറ്റെന്തിലും ആശ്രയിക്കണം. ഇപ്പോൾ ഒരു വിശ്വാസി ദൈവത്തിൽ ആശ്രയം വിട്ടു കഴിഞ്ഞാൽ ഉടനെ നിരീശ്വരവാദത്തിൽ ആശ്രയിക്കണം, എവിടെയെങ്കിലും ആശ്രയിക്കണം. ഭാര്യാഭർത്തൃബന്ധത്തിൽ തകർച്ച വന്നാൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഉപേക്ഷിച്ച് വേറെ ആരെയെങ്കിലും ഒന്ന് ആശ്രയിക്കണം. അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലോട്ട് പോകണം. ഒരു മീമാംസയിൽ നിന്ന് മറ്റൊരു മീമാംസയിലേക്ക് പോയി അവിടെ ആശ്രയിക്കണം. ഒരു യജമാനനെ വിട്ട് മറ്റൊരു യജമാനെ ആശ്രയിക്കണം. ദൈവത്തെ വിട്ടാൽ മാമോനെ ആശ്രയിക്കണം. അതുകൊണ്ട് മനുഷ്യന് അപ്രകാരമുള്ളൊരു ആന്തരികമായ ആവശ്യമുണ്ട് എന്നതിൻ്റെ തെളിവെന്താണ്? നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നിത്യതയെ പറ്റിയുള്ളൊരു ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ ദാഹത്തെ ശമിപ്പിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ഈ ചോദ്യമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ഉയർത്തുന്നത്. ശമരിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാഹം അടങ്ങുന്നില്ല. കാരണം അതിന് പര്യാപ്തമായ ഒരു ഉപാധിയും ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ സാധ്യമല്ല. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴോ ഭർത്താവല്ല, അവനും ഓടിപ്പോകും. ഇവിടെ നിലനിൽപ്പില്ല. നിന്റെ ജീവിതത്തിൽ സ്ഥായിയായ ഒരു കേന്ദ്ര ബന്ധു ഉണ്ടാകണമെന്ന് നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിന് തക്കതായ ഒരു ഉപാധി ഉണ്ടാകണം. അത് മാറ്റമില്ലാത്ത ഈ മാറ്റങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാറ്റങ്ങൾ അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന ഈ ലോകത്തിലെ ഒരു ഉപാധി കൊണ്ടും സാധ്യമല്ല. മാറ്റങ്ങൾക്ക് അതീതമായ സ്ഥിതി എന്ന ദൈവത്തിൽ മാത്രമേ ആ ഒരു സ്ഥിരതയുടെ കേന്ദ്രബിന്ദു കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആത്മീയതയുടെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാനും എൻ്റെ പിതാവും ഒന്നാകും. അപ്പോൾ അതിൽ കൂടെ സംഭവിക്കുന്ന, അതിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതിൽ കൂടെ ഉടലെടുക്കുന്ന ഒരു ലോകദർശനമുണ്ട്, ഒരു വ്യക്തിപരമായ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിത്യതയുടെ സാധ്യതയുണ്ട്. എന്നാൽ അതിനു പകരം നൈമിഷികമായ വികാരങ്ങളെയും അനുഭവങ്ങളെയും സന്തോഷങ്ങളെയും നിർവൃതികളെയും അന്വേഷിച്ച് സ്ഥായിയായതിനെ ഉപേക്ഷിച്ച് പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശത്തിൻ്റെ ഇക്ലികളെ അന്വേഷിച്ച് മാത്രം ജീവിക്കുന്ന ആളുകൾ, അവർ നിത്യതയിൽ വിശ്വസിക്കുന്നുവെന്ന് വാഗോണ്ട് പറഞ്ഞാലും അത് പച്ചക്കള്ളമാണ്. അവർ അതിന് അർഹതയുള്ളവരല്ല എന്നതാണ് ഇതിനകത്തെ പരമാർത്ഥം. അപ്പോൾ
അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തിനെങ്കിലും ആശ്രയിക്കില്ല. പ്രത്യേകിച്ച് യുവതീവാക്കന്മാർ ഇത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ കേരളത്തിൽ ദൈവമില്ലാതെ വെറും മിഥ്യയാണെന്നൊക്കെ ഉള്ള സാമർഥ്യത്തോടെ പഠിപ്പിച്ചു വരുന്ന ഒരു വലിയ സ്വാധീനം വളർന്നു വരുന്നത് കൊണ്ടും കൂടെ ഞാൻ ഈ ചിന്തകൾ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവമില്ല എന്ന സങ്കല്പത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് അതിൻ്റെതായ പരിമിതമായ സ്വാതന്ത്ര്യം നൈമിഷികമായി നമുക്ക് നൽകും. പക്ഷേ ആ സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വ്യക്തിത്വം അനുദിനം അതിൻ്റെ സാധ്യതകൾ ചുരുങ്ങി നാം വെറും ഒരു ശരീരമായി വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലബോറട്ടറി എന്നതുപോലെ ചില സുഖങ്ങളെ മാത്രം അന്വേഷിക്കുന്ന ചില താണതരത്തിലുള്ള ജീവികളെ പോലെ നാമായിത്തീരും. എന്നാൽ മനുഷ്യൻ്റെ അഭൗമമായ സാധ്യതകളെ ഉണർത്തുവാനും അവ യഥാർത്ഥത്തിൽ വിലയേറിയതാണ് എന്നവൻ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവനെ സഹായിക്കുന്ന മറ്റൊരു സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതയെ വേണ്ടതുപോലെ അവതരിപ്പിക്കുവാൻ മതങ്ങൾക്ക് സാധ്യമല്ല. കാരണം എല്ലാ മതങ്ങളും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ മർമ്മങ്ങളെ മാത്രം ആശ്രയിച്ചാണ്. അഭൗമമായ ദൈവീകമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു മത സംവിധാനം ഈ ഭൂമിയുടെ പരപ്പിൽ സൃഷ്ടിച്ചു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മതം മനുഷ്യന്റെ ദൈവബോധത്തെ കെടുത്തുവാൻ മാത്രം സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശു നിങ്ങൾ അന്വേഷിക്കുന്നതിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ നിത്യമായ യാഥാർത്ഥ്യത്തിൻ്റെ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിച്ചു വയ്ക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ എന്നതാണ് യേശു നൽകുന്ന അറിവ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ദൈവത്തിൽ വിശ്വാസമല്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കഥയാണ്. യേശു ആദാമിനോട് പറഞ്ഞു, നീ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ മാത്രം ഫലം തിന്നരുത്, നന്മ തിന്മകളുടെ ഫലം, അറിവുകൾ ജനിപ്പിക്കുന്ന ഫലം. പക്ഷെ അവനും അവൻ്റെ ഭാര്യയും അത് അനുസരിച്ചില്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന് വഴുതിപ്പോയി. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തോട്ടത്തെ നിർമ്മിച്ച ദൈവത്തിന് പകരം തോട്ടത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു പഴം, അതാണ് അംശമെന്ന് ഞാൻ പറഞ്ഞത്, ഇൻകംപ്ലീറ്റ്നെസ്. അത് മനുഷ്യൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തൊരു വഴിയാണ്. അന്ന് മുതൽ ആരംഭിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രയാത്രയിൽ അവൻ്റെ ദൈവം അംശങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ബിംബങ്ങൾ എന്നത്. ബിംബം അംശങ്ങളുടെ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിൻ്റെ അംശീകരണമാണ് ബിംബം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ബിംബങ്ങൾക്ക് കണ്ണുണ്ട് കാണുന്നില്ല, വായുണ്ട് സംസാരിക്കുന്നില്ല, കൈയുണ്ട് പ്രവർത്തിക്കുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല. കാരണം എന്താണ്? കണ്ണുണ്ട്, പക്ഷെ അതിൻ്റെ കണ്ണിൻ്റെ അംശമേ ഉള്ളൂ. പുറമേ നോക്കിയാൽ കണ്ണുണ്ട്, പക്ഷെ കാണാനില്ല. അതെന്തൊരു കണ്ണാണ്? അത് പ്രതീതികളുടെ കണ്ണാണ്. ഞാൻ പ്രധാനപ്പെട്ട ആശയം ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. പ്രതീതികളുടെ അപ്പിയറൻസ്. കണ്ണുണ്ട്, ബ്രഹ്മങ്ങൾക്ക് കണ്ണുണ്ട്, പക്ഷെ കാണാൻ സാധ്യമല്ല. അതുപോലെ മതത്തിനുള്ളിൽ ദൈവമുണ്ട്, പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ അംശം കൊണ്ട് മാത്രമേ സംഘടിതമായ മതങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ അംശീകരിച്ചാൽ ലഭിക്കുന്നത് ദൈവമല്ല, ബിംബമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സംഘടിതമായ മതം 100% ബിംബാരാധനയാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ആത്യന്തികമായി ആശ്രയിക്കുന്നത് വിശ്വാസത്തെയല്ല, അന്ധവിശ്വാസത്തെയാണ്, സൂപ്പർസ്റ്റിഷൻ. അന്ധവിശ്വാസം പ്രചരിപ്പിക്കാത്ത, അന്ധവിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ കുത്തിക്കയറ്റാത്ത ഒരു മത സംവിധാനവും ഈ ഭൂമിയിലില്ല. ക്രിസ്തു മതം ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഇത് മുഴുവനും അന്ധവിശ്വാസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിനെ ആശ്രയിച്ച് ജീവിച്ചിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വെറും മൊണ്ണകളാണ് എന്ന ഒരേ സങ്കല്പത്തിൽ മാത്രമേ ഇത് പറയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ സത്യമായ യേശുവിലേക്ക് തിരിയുവീൻ. അതിനുള്ള ചെറിയൊരു ഇടവഴി വെട്ടുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു നടപ്പാത വെട്ടുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യാൻ തത്രപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വഴുതിപ്പോകുന്ന മനുഷ്യൻ അവൻ എന്തിനെങ്കിലും ആശ്രയിക്കണം. അങ്ങനെ ആദ്യത്തെ ഒരു പഴത്തെ ആശ്രയിച്ചു. ഇതാണത്തെ കാര്യം. ആ പഴമെന്ന് പറയുന്ന ഒരു പഴമല്ല, നാം ഉദ്ദേശിക്കുന്ന പഴമല്ല. അതൊരു മറ്റൊരു മാർഗം നമുക്ക് നൽകുന്ന പ്രലോഭനങ്ങളുടെ ഒരു പ്രതീകമാണ് പഴമെന്ന് പറയുന്നത്.
അപ്പം ഈ വഴിയിൽ സഞ്ചരിച്ചാൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും, കൂടുതൽ അറിവ് കിട്ടും, കൂടുതൽ പ്രതിഫലം കിട്ടും, ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും, ആളുകൾ വന്ദിക്കും, അല്ലെങ്കിൽ അങ്ങാടിയിൽ വന്ദനവും മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ മുഖ്യാസനമൊക്കെ കിട്ടും, ആളുകൾ കൈയടിക്കും എന്നൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇതൊന്നും യാതൊരു അർത്ഥമുള്ളതല്ല, വെറും പൊള്ളത്തരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ഒരു 30 വർഷമെങ്കിലും ഇന്ത്യയിലും കുറഞ്ഞ ഒരു 17-18 മറ്റ് രാജ്യങ്ങളിലും പോയി വലിയ 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 മീറ്റിങ്ങുകളിൽ, കൺവെൻഷനുകളിൽ ഒക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയും, അതൊക്കെയും ശൂന്യമാണ്. അത് നിലനിൽക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഇത് നിങ്ങൾക്കറിയാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ ആണ്ടുതോറും കേരളത്തിലുള്ള വലിയ വലിയ കൺവെൻഷനുകൾ, മാരാമണ്ണ് പോലെയും അല്ലെങ്കിൽ കൊട്ടാരക്കര കൺവെൻഷൻ പോലെയും കോട്ടയം കൺവെൻഷൻ പോലെയും ചുങ്കത്തറ കൺവെൻഷൻ, ഇങ്ങനെയുള്ള അനേക കൺവെൻഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ പോയിരുന്ന പ്രസംഗമൊക്കെ കേട്ട് സന്തോഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അത് പുക പോലെ പോലും ഒന്നും അവശേഷിക്കുകയില്ല. അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ ഇതിൽ സ്ഥായിയായതൊന്നുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. കാരണം എന്താണ്? ഇതൊന്നും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അവസ്ഥ എന്താണ്? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതല്ല. അതിന് പകരം വെക്കാനായി മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ചില ഉപാധികളാണ്. അവിടെ ദൈവത്തിൻ്റെ പേരെപ്പോഴും പറഞ്ഞു, ദൈവം എന്ന ശബ്ദം എപ്പോഴും മുഴങ്ങുന്നുണ്ടെങ്കിലും അതും ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. അത് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു പറയുന്നത്. ആ കാലത്ത് പലരും വന്ന് കർത്താവേ കർത്താവേ എന്നൊക്കെ പറയും. ഞാനവരോട് പറയും, എന്നെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നാം ദൈവത്തെ അറിയുന്നു, ദൈവത്തിൻ്റെ പേര് വിളിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ പേരിൽ മറുഭാഷ പറയുന്നു, തമ്പാറടിക്കുന്നു, ചാടുന്നു, മറിയുന്നു, അമറുന്നു. യേശു പറയുന്നു, നീ ആരാടാ? എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ. നീ ആരാടാ? ഞാൻ നിന്നെ അറിയുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പം അതിൻ്റെ കാര്യം എന്താണ്? നാം കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങൾ മുഴുവനും ഈ സത്യമായ ജീവൻ, അതായത് യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന സത്യമായ ജീവൻ, ട്രൂ ലൈഫ്, അതായത് ഞാനും പിതാവും ഒന്നാകുന്നു, അതിനു പകരം മറ്റെന്തിനെയോ ആശ്രയിച്ച് മാനുഷികമായ ചില സങ്കല്പങ്ങൾ, ഉദാഹരണമായിട്ട് ഒരുത്തനിൽ പരിശുദ്ധാത്മാവ് കയറിയാൽ അവൻ മൃഗത്തെ പോലെ അമറും എന്നത് ഒരു ലൗകികമായ സങ്കല്പമാണ്. എന്താണ്? ദൈവം ഉള്ളിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞ പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ പ്രത്യേകമായ അവസ്ഥയിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കരുത്. അവൻ അലറിയും കീറിയും ചാടിയും തുള്ളിയും ആയിരിക്കണം എന്നത് ഈ ലോകത്തിൻ്റെ ഒരു സങ്കല്പമാണ്. ഇപ്പൊ ഭ്രാന്തന്മാര് നോർമലായിട്ടുള്ള ആളുകളെ പോലെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ല എന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ്. അല്ലെങ്കിൽ കവികൾ കള്ളു കുടിക്കും, കവികളല്ല, നമ്മുടെ സിനിമാ പാട്ട് എഴുതുന്ന ആളുകൾ കള്ളു കുടിക്കും എന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ്. കള്ളു കുടിച്ചില്ലെങ്കിൽ പാട്ട് വരത്തില്ല എന്നൊരു സങ്കല്പമാണ്. ശ്രീകുമാരൻ തമ്പിയോട് ചോദിച്ചാൽ പറയും, ഒരു തുള്ളി കള്ളു കുടിച്ചാൽ പിന്നെ എന്നിലെ കവി മരിച്ചു പോകുമെന്ന് അദ്ദേഹം പറയും. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. കള്ളു കുടിച്ച് കള്ളിൽ മുങ്ങി മരിച്ച ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആസ്വദിക്കുന്ന കവിയാണ്, നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേരിപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല, പോട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഓരോ സങ്കല്പങ്ങളാണ്. ഇതെല്ലാം ഈ ലോകത്തിന്റെ നിറവും മണവും രുചിയും മജ്ജയും മാംസവും ഉള്ള സങ്കല്പങ്ങളാണ്. നാം ചെയ്യുന്നത് എന്താണ്? അത് ഓരോ സങ്കല്പം ഒന്ന് പരിശോധിച്ച് അതിൽ നിർവൃതി പ്രാപിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കുറെ കഴിയുമ്പോൾ മനസ്സിലായത് വെറും പൊള്ളയാണെന്ന് മനസ്സിലാവും. അവിടെ നിന്ന് വേറൊരു തൊട്ടിച്ചാണ്. നമുക്കറിയാം, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചാടി നടക്കുന്ന ക്രിസ്ത്യൻ മാക്രികളുണ്ട്. ക്രിസ്ത്യൻ മാക്രികൾ ഈ സഭയിൽ അദ്ദേഹത്തിന്, ഈ പറയുന്ന ക്രിസ്ത്യൻ മാക്രിക്ക് വലിയ വിമിഷ്ടമാണെന്നുള്ള സത്യമാണ്. എന്നാൽ അത് തീർക്കാനായിട്ട് അടുത്ത സഭയിലേക്ക് പോയാൽ ഈ ക്രിസ്ത്യൻ മാക്രിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു അസംതൃപ്തിയും ശൂന്യതയുടെ അനുഭവവും അവിടെയും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്രിസ്ത്യൻ മാക്രി അവിടുന്ന് വേറൊരുത്തോട്ട് ചാടും. ഇങ്ങനെ ചാടി നടക്കും. അവസാനം ചാടാൻ വയ്യാതാകുമ്പോൾ എവിടെയെങ്കിലും കിടക്കും. ഇത് മനുഷ്യന്റെ ഇതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ശമരിക്കാരി സ്ത്രീ. അവളൊരു എന്താ പറയുന്നത്, മനുഷ്യ വികാരങ്ങളുടെ മാക്രിയാണ്. ഒരു പുരുഷൻ അടുത്ത പുരുഷൻ ചാടി. പുരുഷനോ ആ പുരുഷ മാക്രിയാണ്. അവൻ അവിടും ചാടി ഇവിടെ വന്നതാണ്. ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് അങ്ങോട്ട് ചാടി, അവൻ ചാടി വേറൊരിടത്തോട്ട് ചാടി, അവൻ അവിടെ കിടന്നാണ് ചാടുന്നത് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ ചാടുന്നു, അവൻ അവിടെ ചാടുന്നു.
ആ സമൂഹത്തിലൊക്കെ ആളുകൾ വികാരമാക്രികളാണ്. അവരെല്ലാം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും, ഇതെല്ലാവരും വികാരമാക്രികളാണ്. ഇവിടെ യാതൊരു സ്ഥിരതയുമില്ല. അങ്ങനെ അസ്ഥിരതയിൽ മാത്രം വസിക്കുന്ന, അസ്ഥിരതയുടെ പ്രതിഫലങ്ങളും സാമഗ്രികളും മാത്രം അന്വേഷിച്ച് ജീവിതം പാഴാക്കുന്ന ഒരു വ്യക്തിക്ക് മരണാനന്തരം നിത്യജീവൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? നിങ്ങൾ അല്പം ഒരു മൂള വെച്ചത് ചിന്തിച്ച്. ഒരിക്കലും സാധ്യമല്ല. ഞാൻ നിത്യജീവൻ വിശ്വസിക്കുന്നുവെന്ന് ഞായറാഴ്ച തോറും പള്ളിച്ചെന്ന് പറയുന്നത് ശുദ്ധ കള്ളമാണ്. ആരും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുമായിരുന്നു. നിത്യതയുടെ അംശങ്ങളെ ഈ ലോകത്തിന്റെ പരപ്പിൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ മരണാനന്തരം നിത്യത എന്ന ഒരവസ്ഥയുണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് മുഴുവനും, നാം അനുഷ്ഠിക്കുന്ന മതപരമായ അനുഷ്ഠാനങ്ങൾ മുഴുവനും, നാം പ്രകടിപ്പിക്കുന്ന ഭക്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ഈ ലോകത്തിന്റെ നശ്വരമായ ചില ആനുകൂല്യങ്ങൾ, ദൈവത്തിൽ നിന്ന് അർഹിക്കാത്ത കാര്യങ്ങൾ പിടിച്ചു പറിച്ച് വല്ല വിധേനയും കൈക്കലാക്കാനാണ്. അതിൽ നിത്യതയുടെ മണം പോലുമില്ല. ആ ഒരു സമീപനം ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ ദൈവമായി അംഗീകരിക്കാതെ നമ്മുടെ കാര്യം സാധിക്കുന്ന ഒരു കഴുതയായിട്ടോ അല്ലെങ്കിൽ ബിംബമായിട്ടോ മാത്രം നാം ദൈവത്തെ കരുതിയിട്ടാണ് ഇപ്രകാരം നമ്മുടെ ഭക്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ദയവായി മനസ്സിലാക്കി. അങ്ങനെയുള്ളവരാണ് വാർദ്ധക്യകാലത്തിൽ വരുമ്പോൾ, അയ്യോ എനിക്ക് എന്തായിത്തീരും, ഞാൻ മരണാനന്തരം, അങ്ങനെ എത്രയോ പേരുടെ അങ്കലാപ്പ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, നിത്യജീവൻ എന്ന ഒരു യാഥാർത്ഥ്യമുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ തന്നെ നാം ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നു, ഈ ലോകത്തിൽ തന്നെ സമൃദ്ധമായ ജീവൻ, അതായത് കംപ്ലീറ്റ് പൂർണ്ണമായ ജീവൻ എന്നൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ നിത്യജീവനുണ്ട് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ ലോകത്തിൽ പൂർണ്ണമായ ജീവൻ അനുഭവിക്കുന്നവർക്ക് ആന്തരികമായി അവകാശമായിരിക്കുന്ന ഒരു നിശ്ചയമാണ്, എൻ്റെ ജീവൻ ജീവിതമല്ല, എൻ്റെ ജീവൻ മരണത്തിൽ അവസാനിക്കുന്നില്ല, അതിനപ്പുറത്തേക്കൊരു തുടർച്ചയുണ്ടായിരിക്കും. പക്ഷേ ആ തുടർച്ച ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിന് അനുസൃതമായിരിക്കും. ഇനി അതും കൂടെ അല്പം ഒന്ന് പ്രതിപാദിച്ചിട്ട്, സമയം ഇപ്പോഴേ വൈകിപ്പോയി, ക്ഷമിക്കണം. നാം ഏവരും കരുതുന്നുണ്ടല്ലോ, നാം ഈ ലോകത്തിൽ വസിക്കുന്നത് പോലെയാണ് അവിടെ ചെന്നാലും പ്രതിഫലം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞുകൂടെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതവും ഒരുപാടുള്ള ലോകത്തിലെ ജീവനും തമ്മിൽ തുടർച്ചയുണ്ട് എന്നുള്ളത്. പക്ഷെ അത് മറ്റൊരു കാര്യത്തിൽ നമ്മൾ സമ്മതിക്കുന്നു. പ്രതിഫലം കിട്ടേണ്ട കാര്യം വരുമ്പോൾ, ഞാനിവിടെ നന്മ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ചെന്നാൽ എൻ്റെ 15 ഇരട്ടി കിട്ടും. ദൈവത്തിൻ്റെ വലിയ കണക്കാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ 100 രൂപ കൊടുത്താൽ അവിടെ ചെന്നാൽ അത് 1500 രൂപയായിട്ട് ദൈവം മടക്കിയത്. ഇങ്ങനെയുള്ള ബാലിശമായ പൊട്ടത്തരകൾ നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ മുണ്ണകളാക്കി വെച്ചിരിക്കുന്നത്. യേശു പറയുന്ന ഒരു കാര്യത്തിലും മനുഷ്യർ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു സാധ്യതയെ, ഒരു സങ്കല്പത്തെ കാര്യമായിട്ട് എടുക്കാൻ സാധ്യമല്ല. എടുക്കുന്നെന്ന് കാണിക്കുന്നത് വെറും പ്രഹസനമാണ്, നാടകമാണ്. ഇത് പ്രതീതികളുടെ ലോകത്തിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവന്റെ സാധ്യതയുണ്ട് എന്ന് ഒരു വിധത്തിലും ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധ്യമല്ല. അങ്ങനെ വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് അത് അവകാശമാക്കാനും സാധ്യമല്ല എന്ന വളരെ അടിസ്ഥാനപരമായ സത്യം അല്പം ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചുകൊണ്ട്, സമയം വൈകിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ചിന്ത തൽക്കാലം ഉപസംഹരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധയോടെ ക്ഷമയോടെ പങ്കെടുത്ത ഏവരോടുമുള്ള സന്തോഷവും വാത്സല്യവും നന്ദിയും അറിയിച്ചുകൊള്ളു.